റായ്ബറേലിയിൽ കോൺഗ്രസ് നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന തീരുമാനം ഇന്ത്യയിലെ ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും അത് തന്നെയായിരുന്നു. പക്ഷേ അത് ഇത്രത്തോളം നാടകം കളിച്ചുകൊണ്ട് ആകേണ്ടിയിരുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേരളത്തിൽ ഇപ്പോൾ അവസാനമായിട്ട് രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കെതിരെ നടന്ന ആരോപണങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ ആ പറഞ്ഞതിൻ്റെ ഒക്കെ അർത്ഥം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി രണ്ടാം ഘട്ടം ഒരുമിച്ച് കൂടുകയും BJP എതിർക്കുകയുമുള്ള തീരുമാനം എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒന്നാമത്തെ തീരുമാനം പല സംസ്ഥാനങ്ങളിലും കേരളം പോലെ ഈ മുന്നണിയിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നേരിട്ട് മത്സരം നടക്കുന്ന സംസ്ഥാനങ്ങളുണ്ടാകും. അത്തരം സംസ്ഥാനങ്ങളിൽ ഈ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന ദേശീയ നേതാക്കൾ മത്സരിക്കരുത് എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ കോൺഗ്രസിന്റെ AICC പ്രസിഡന്റിനോ ഈ പറയുന്നത് പോലെ കേരളത്തിൽ വന്നാണ് മത്സരിക്കാൻ പാടില്ലാത്തതാണ്. അതിനെ ആദ്യം തന്നെ രാഹുൽ ഗാന്ധി അത് മറികടന്നുകൊണ്ട് വഞ്ചനാപരമായ രാഷ്ട്രീയം എടുത്തിട്ടാണ് ഇവിടെ വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കാൻ വരുന്നത്. ഈ മത്സരിക്കാൻ വന്നിട്ടുള്ള സ്ഥിതി എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 10-12 ലക്ഷം വോട്ടർമാരുള്ള ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ 2 മാസക്കാലമാണ് തെരഞ്ഞെടുപ്പ് നീണ്ടത്. 10,000-കണക്കിന് പ്രവർത്തകരുടെ, ഇടതുപക്ഷത്തിന്റെ മാത്രമല്ല UDFന്റെയും പ്രവർത്തകർ കഠിനാധ്വാനം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ്. കോടാനക്കോടി രൂപയുടെ ചെലവ് വന്നൊരു തെരഞ്ഞെടുപ്പാണ്. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യകത രാഹുൽ ഗാന്ധിയെ പോലെ വന്ന് ഒരു വ്യക്തി ഇവിടെ ഒന്ന് മത്സരിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നുള്ളത് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനം പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് രാഹുൽ ഗാന്ധിയുടെ എത്ര ദിവസങ്ങളാണ് നഷ്ടപ്പെട്ടത്? പ്രിയങ്ക ഗാന്ധിയുടെ എത്ര ദിവസങ്ങളാണ് നഷ്ടപ്പെട്ടത്? ഈ ദിവസങ്ങൾ അവർക്ക് ഉത്തരേന്ത്യയിൽ ഉപയോഗപ്പെടുത്താമായിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ യാത്ര ഇവിടെ കന്യാകുമാരിയിൽ നിന്ന് ജോഡോ യാത്ര ആരംഭിച്ചിട്ട് 22 ദിവസത്തോളമാണ് കേരളത്തിലൂടെ യാത്ര ചെയ്തത്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ആ 22 ദിവസം അന്ന് അദ്ദേഹം ഈ പറയുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന്റെ ഈ എനർജിയും ഈ ശേഷിയും ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്നുള്ള രാഷ്ട്രീയ ചിത്രത്തിന് എത്രമാത്രം വലിയ മാറ്റം ഉണ്ടാകുമായിരുന്നു. ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ എന്താണ്, കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും കോൺഗ്രസും UDFും പറഞ്ഞ ആ വാക്കുകളിൽ നിന്ന് എല്ലാം മാറിക്കൊണ്ട് അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ കൊടുക്കേണ്ട അവസാന ദിവസത്തിന്റെ അവസാന മണിക്കൂറിൽ അദ്ദേഹം ഇപ്പൊ നോമിനേഷൻ കൊടുത്തിരിക്കുകയാണ്. ആ ഒരു തിരിച്ചറിവ് ഈ എന്തുകൊണ്ട് ഈ ഇങ്ങനെ ഒരു നിലപാടെടുത്ത്, അതൊരു വഞ്ചനാത്മകമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു നിലപാട് തന്നെയാണ്. BJPയെ തോൽപ്പിക്കാൻ നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിലെ പ്രമുഖനായ ഒരു നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ വീറും വാശിയും അദ്ദേഹത്തിന്റെ ശേഷിയും ആ പാർട്ടിയുടെ ശേഷിയും ഉപയോഗിക്കേണ്ടിയിരുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് ഉപയോഗിക്കാതെ ഇവിടെ ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും വലിയ കക്ഷിയായി 53 സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM. ആ 53 സീറ്റിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിക്കെതിരെ കേരളം പോലുള്ള മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനത്ത് അദ്ദേഹം വന്ന് മത്സരിച്ചത് പരിപൂർണമായും തെറ്റാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞത്. എന്തായിരുന്നാലും റായ്ബറേലിയിൽ അദ്ദേഹത്തിന് വലിയ വിജയമുണ്ടാകട്ടെ. അത് ഇന്ത്യ മുന്നണിക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആവേശം പകരട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ കഴിയൂ. തീർച്ചയായിട്ടും വയനാട് തന്നെയാണ് കഴിവിടുക. അതായി പറഞ്ഞത്. റായ്ബറേലിയിൽ നിന്ന് അദ്ദേഹത്തിന് മടങ്ങാൻ കഴിയില്ല. ഫിറോസ് ഗാന്ധിയുടെ കാലത്ത് തൊട്ട് ഇന്ന് വരെ കോൺഗ്രസിനെ ജയിപ്പിച്ച കോൺഗ്രസിന്റെ ഒരു ഈറ്റില്ലം, ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോഴും കോൺഗ്രസിനോടൊപ്പം നിന്ന ഒരു വലിയ ജനതയുള്ള ഒരു പ്രദേശമാണ്. മാത്രമല്ല, ഉത്തരേന്ത്യയിൽ നിന്ന് ഒരിക്കലും രാഹുൽ ഗാന്ധിക്ക് അവിടുന്ന് രാജിവെച്ചിട്ട് വയനാട്ടിൽ വരാൻ കഴിയില്ല. വയനാട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. റായ്ബറേലിയിൽ അദ്ദേഹം ജയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അപ്പൊ വീണ്ടും ഈ വയനാട്ടിൽ ഈ പറഞ്ഞതുപോലെ ഈ 10-12 ലക്ഷം ജനങ്ങൾ BJPക്കെതിരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ ഇന്ത്യ മുന്നണിക്കകത്ത് തന്നെ വീണ്ടും ഒരു ഫൈറ്റ് ഉണ്ടാക്കാൻ, ഇവിടുത്തെ ഉള്ള എന്താ പറയാ സൗഹൃദം പോലും ഇല്ലാതാകുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് വയനാട്ടിലെ ഈ 12 ലക്ഷം ജനങ്ങളെ എത്തിക്കുന്ന
ആ ഒരു പ്രവൃത്തി അത് തന്നെയാണ് ഒരു അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് പറഞ്ഞതിന്റെ അർത്ഥം.